ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയെ കോട്ട ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് വൈദ്യപരിശോധനയ്ക്കായി. അഞ്ജു ജയപ്രകാശിനുണ്ട്. അഞ്ജു, എത്ര സമയത്തിനകം ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ചന്തു, ഈ വൈദ്യപരിശോധന എത്ര സമയത്തിനകം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? 11 മണിക്കാണല്ലോ കേസെടുക്കുന്നത് കോടതി. 10 മിനിറ്റിനകം തന്നെ ഈ വൈദ്യപരിശോധന പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവിടെ വലിയ തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകില്ല. ഒരു സാധാരണ റൂട്ടീൻ ചെക്കപ്പ് പോലെയായിരിക്കും ഈ പരിശോധന നടത്തുക. അത് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായി പോലീസ് നടത്തുന്ന ഒരു പരിശോധനയാണ്. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം ഇവിടെ നിന്നുമായിരിക്കും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് ഗ്രീഷ്മയെ കൊണ്ടുപോകുക. അല്പസമയം മുൻപാണ് ഗ്രീഷ്മയെ തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിൽ പോലീസ് സംഘം എത്തിച്ചത്. വാനിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജീപ്പിലാണ് പോലീസ് ഗ്രീഷ്മയുമായി നെയ്യാറ്റിൻകര കോടതിയിലേക്കൊക്കെ പോയിരുന്നതെങ്കിൽ ഇന്ന് വാനിലാണ് ഗ്രീഷ്മയുമായി പോലീസ് സംഘം എത്തിയത്. കാരണം ഇന്ന് ആണ് അന്തിമവിധി വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ കോടതി പരിസരത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് സുരക്ഷയുടെ ഭാഗമായി കൂടി പോലീസ് വാനിൽ ഗ്രീഷ്മയെ ഇപ്പോൾ ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് സംഘത്തോടൊപ്പം ഗ്രീഷ്മ ഡോക്ടേഴ്സിനെ കാണുന്നതിനായി അകത്ത് റൂമിൽ പ്രവേശിച്ചിട്ടുണ്ട്. അവിടെ അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇവിടെ നിന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കൊണ്ടുപോകും. നമ്മൾ കാത്തിരുന്നത് പോലെ നേരത്തെ വലിയ ചർച്ചയായ കേസാണ്. വലിയ തരത്തിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് പാറശാല ഷാരോൺ രാജ വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന് രാവിലെ 11 മണിക്കാണ് പ്രഖ്യാപിക്കുന്നത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. ഒന്നാം പ്രതിയായ ഗ്രീഷ്മയെ ഫോർട്ട് കൊച്ചി ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവനും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. വിധി പ്രസ്താവത്തിന് മുന്നേയുള്ള പ്രോസിക്യൂഷന്റെ ചൂടേറിയ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളാണ് പൂർത്തിയായത്. അന്തിമവാദം പൂർത്തിയായത്. ഗ്രീഷ്മയുടെ പ്രായം അടക്കം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് വേണമെന്നാണ് പ്രധാനമായും പ്രതിഭാഗം വാദിച്ചിരുന്നത്.